വർഷത്തിനിടെയുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ നിന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ വ്യത്യസ്തമാക്കുന്നത് പാകിസ്ഥാന്റെ ഹൃദയഭാഗത്തുള്ള പഞ്ചാബ് പ്രവിശ്യയിലേക്കുള്ള ഇന്ത്യയുടെ ആക്രമണമാണ്. തർക്കഭൂമിയല്ലാത്ത പാക് പഞ്ചാബിലേക്ക് ഒരു സൈനിക കേന്ദ്രം പോലും ലക്ഷ്യമാക്കാതെ അറിയപ്പെടുന്ന ഭീകര താവളങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയ പ്രഹരം. ഡ്രോണുകൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ പര്യവേക്ഷണ ജോലിയിൽ നിന്ന് ആക്രമണ ദൗത്യത്തിലേക്കുള്ള ആദ്യത്തെ ഉദ്യോഗ കയറ്റം. ഭാവി പോരാട്ടങ്ങളുടെ ശൈലിയായ സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് അഥവാ അകന്നു നിന്നുള്ള പ്രഹരത്തിലേക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ആദ്യത്തെ കാൽവയ്പ്. ഈ ആക്രമണത്തിൽ അങ്ങനെ പ്രത്യേകതകൾ പലതുണ്ട്. 1971 യുദ്ധത്തിനു ശേഷം ഇതാദ്യമാണ് പാക് പഞ്ചാബിലെ മർമ്മ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. 1971 പാകിസ്ഥാനായിരുന്നു പ്രകോപനം സൃഷ്ടിച്ചത്. പാകിസ്ഥാനിലെ 56% ജനങ്ങളും താമസിക്കുന്ന ഏറ്റവും വികസിത പ്രവിശ്യയാണ് പാക് പഞ്ചാബ്. ഫാഷൻ, വ്യവസായം, ലോലിവുഡ് എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ സിനിമാ വ്യവസായം എന്നിവയുടെ കേന്ദ്രം. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ 24 പ്രഹരങ്ങൾക്ക് ഇനിയുമുണ്ട് പ്രത്യേകതകൾ. ഇന്ത്യൻ വ്യോമസേനയിലെ റാഫേൽ വിമാനങ്ങളുടെ ആദ്യത്തെ പോരാട്ടം, ഹാമർ, സ്കാൽപ് എന്നീ മിസൈലുകളുടെയും കാമിക്കേസ് ഡ്രോണുകളുടെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യ പ്രയോഗം, അങ്ങനെ പലതും. ഭീകരരുടെ നട്ടെല്ലു തകർത്ത ചാവേർ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്. ഔദ്യോഗികമായി ലോ കോസ്റ്റ് മിനിയേച്ചർ സ്വാം ഡ്രോൺ അല്ലെങ്കിൽ ലോയിറ്ററിംഗ് മ്യൂണിഷൻ സിസ്റ്റം എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ ഗവേഷണ വികസന സംഘടന ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് പോലുള്ള സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത LMS ഡ്രോണുകൾ സൂയിസൈഡ് ഡ്രോണുകൾ അല്ലെങ്കിൽ കാമിക്കേസ് ഡ്രോണുകൾ എന്നും അറിയപ്പെടുന്നു. ദീർഘനേരം വായുവിൽ ചുറ്റിത്തിരിയുന്നതിനിടയിൽ ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ഒരു ലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷ്യങ്ങൾക്കു നേരെ പാഞ്ഞെടുക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നിലധികം ദിശകളിൽ നിന്ന് ഒരേ സമയം ആക്രമണം നടത്തി ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ LMS ഡ്രോണുകൾ പലപ്പോഴും കൂട്ടമായാണ് വിന്യസിക്കപ്പെടുന്നത്. തീവ്രവാദ ബങ്കറുകൾ, ആയുധശേഖരങ്ങൾ, റഡാർ ഇൻസ്റ്റാളേഷനുകൾ, ശത്രു കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സൈന്യം LMS ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. പരമ്പരാഗത മിസൈലുകളെ വിന്യസിക്കാൻ വളരെ ലാഭകരമാണെന്നതിനാൽ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ രീതിയായി ഈ കാമിക്കേസ് ഡ്രോണുകൾ കണക്കാക്കപ്പെടുന്നു. ഏറ്റവും ശക്തമായ ബങ്കറുകൾക്കും സൈനിക സൗകര്യങ്ങൾക്ക് പോലും കാര്യമായ നാശമുണ്ടാക്കാൻ കഴിയുന്നത്ര സ്ഫോടനാത്മക പെല്ലോഡ് ഈ ഡ്രോണുകൾ വഹിക്കുന്നു. ഉയർന്ന റെസല്യൂഷൻ ക്യാമറകൾ, തെർമൽ ഇമേജിംഗ് സെൻസറുകൾ, GPS ഗൈഡഡ് നാവിഗേഷൻ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്നതും വിനാശകരമായ സ്ഫോടക വസ്തു പെല്ലോഡ് വഹിക്കുന്നതുമായ LMS ഡ്രോണുകൾ ശക്തമായ യുദ്ധായുധങ്ങളാണ്. അവ ശക്തമായ ബങ്കറുകൾ, റഡാർ സ്റ്റേഷനുകൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ശത്രു ലക്ഷ്യങ്ങൾക്കെതിരെ വളരെ ഫലപ്രദമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷന്റെ തത്സമയ ഡാറ്റ ഈ LMS ഡ്രോണുകൾക്ക് നൽകിയിരുന്നു. ഇത് കൃത്യതയോടെ തീവ്രവാദ സ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ അവയെ പ്രാപ്തമാക്കി. 1980കളിൽ ശത്രു വ്യോമ പ്രതിരോധ അടിച്ചമർത്തലിനായി സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ ഉപയോഗിച്ചിരുന്നപ്പോഴാണ് LMS ഡ്രോണുകൾ അവതരിപ്പിച്ചത്. കുറഞ്ഞ ചെലവും കാര്യക്ഷമതയും കാരണം 1990കളിൽ ലോകമെമ്പാടുമുള്ള സായുധ സേനകൾ വിവിധ യുദ്ധവേഷങ്ങളിൽ LMS ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ഈ ഡ്രോണുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. സമീപ ഭാവിയിലെ പ്രധാന ആയുധം ഡ്രോണുകളായിരിക്കുമെന്നാണ് പശ്ചിമേഷ്യയിലും യുക്രൈനിലും നടക്കുന്ന പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ യുദ്ധതന്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതുവരെ അതിർത്തിയിലെ ലഹരിമരുന്ന് കള്ളക്കടത്തും കശ്മീരിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനും മാത്രമാണ് സൈനിക വിഭാഗങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ചു പോകുന്നത്. പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ വാങ്ങിക്കൂട്ടിയെങ്കിലും ഇതാദ്യമായാണ് അവ പ്രഹരത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷവും അനവധി സൈനിക നടപടികൾ ഇന്ത്യൻ സൈന്യത്തിന് നടത്തേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ പോരാട്ടത്തിലും സൈനികൻ നിലത്തുകൂടിയോ ടാങ്കിൽ സഞ്ചരിച്ചോ ആകാശത്തോ കപ്പലിലോ പോരാട്ട പ്രദേശത്ത് എത്തിയാണ് പ്രഹരം നടത്തിക്കൊണ്ടിരുന്നത്. ഭാവിയിൽ വെറും കൺട്രോൾ റൂമിലിരുന്ന് ഏതാനും കൺസോളുകളിലൂടെ മിസൈലുകളും ലേസർ ആയുധങ്ങളും ഉപയോഗിച്ച് പോരാട്ടം നടത്താനാവുമെന്നാണ് പറയപ്പെടുന്നത്. അത്ര വരെ എത്തിയില്ലെങ്കിലും സുരക്ഷിതമായ സ്വന്തം ഭൂമിയിലോ ആകാശത്തോ നിന്നുകൊണ്ട് ആയുധ പ്രയോഗം നടത്താൻ ഇന്ത്യൻ സൈന്യത്തിനാവുമെന്ന് ഈ പോരാട്ടം തെളിയിച്ചിരിക്കുകയാണ്.
പോരാട്ടത്തിന്റെ നയങ്ങളും തന്ത്രങ്ങളും അടവുകളും തയ്യാറാക്കി പ്രയോഗിക്കുന്നതിൽ ദേശീയ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കിയെടുത്ത ധാരണയും കഴിഞ്ഞ 2 ആഴ്ചത്തെ നീക്കങ്ങളിൽ വ്യക്തമാണ്. സൈനിക നടപടി എങ്ങനെ, എവിടെ, എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിയ ശേഷം നദീജലം തടഞ്ഞുവെച്ചും പൗരന്മാരെ പുറത്താക്കിയും വ്യോമാതിർത്തി അടച്ചും തലങ്ങും വിലങ്ങുമായി ഉന്നതതല യോഗങ്ങൾ നടക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടും ഒടുവിൽ പൗരന്മാർക്ക് മോക്ക് ഡ്രിൽ നടത്തിയും പുകമറ സൃഷ്ടിച്ചെടുക്കാൻ ദേശീയ നേതൃത്വത്തിന് സാധിച്ചു. അങ്ങനെ ശത്രു പ്രതീക്ഷിച്ച സമയത്തിനുള്ളിലാണെങ്കിലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലും ശൈലിയിലും ആക്രമണം നടത്താൻ സാധിച്ചതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൻ വിജയം.